ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പഠിത്തത്തിനെ കുറിച്ചാണ്. അതായത് 3 തരം പഠിത്തക്കാരുണ്ട്. അതിൽ ആദ്യത്തെ ആൾക്കാരെ പഠിപ്പിസ്റ്റുകൾ ഓരോ ദിവസവും വായിക്കും. ദിവസവും വായിച്ച് അത് കഥ വായിക്കുന്ന പോലെ പുസ്തകങ്ങളെ വായിച്ചുകൊണ്ടിരിക്കും. അതിൽ അവർ ക്ലാസ്സിലും ശ്രദ്ധിക്കും. ചെയ്യും. ക്ലാസ്സിൽ തന്നെ ഹോംവർക്ക് തന്നെ അതൊക്കെ ചെയ്ത് അത് പഠിപ്പിച്ചിട്ട് ഒരിക്കലാണ് 80% മാർക്കൊക്കെ കിട്ടുക. അതായത് ഒരു പരീക്ഷേൻ്റെ തലേന്നും പഠിക്കും, വീട്ടിൽ നിന്നും പഠിക്കും, ക്ലാസ്സിൽ നിന്നും പഠിക്കും. അപ്പോൾ അങ്ങനെ കുറേ മാർക്ക് അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് പഠിത്തക്കാർ പരീക്ഷേൻ്റെ തലേന്ന് മാത്രം പഠിക്കും. അപ്പോൾ ഒരിക്കൽ പരീക്ഷേൻ്റെ തലേന്ന് എങ്ങനെയെങ്കിലും തലകുത്തനെ വന്നിട്ട് പരീക്ഷ പാസ്സാകാൻ അവർക്ക് കഴിയും. പക്ഷേ ആകെ 2-3 ദിവസം മാത്രം പഠിക്കുന്നുണ്ട്. ഒരു 60% മാർക്ക്, 55-60% മാർക്ക് അവർക്ക് കിട്ടും, പാസ്സാവും. അപ്പോൾ അങ്ങനെ പിന്നെ അവർക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ മറ്റേ മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ പരീക്ഷേൻ്റെ തലേന്ന് പഠിച്ച് പാസ്സാകാൻ വിഷമമാണ്. ഒറ്റ ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് മാത്സ് പാസ്സാകാൻ പറ്റില്ല. ചെയ്ത് അത് മനഃപ്പാടാക്കാൻ പറ്റില്ലല്ലോ, ബൈ ഹാർട്ട് പഠിക്കാൻ. അപ്പോൾ അത് ക്ലാസ്സിൽ നിന്ന് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ അതിന് ട്യൂഷന് പോയാലേ അവർക്ക് മനസ്സിലാവും. അവർക്ക് ക്ലാസ്സിലെടുത്ത് കഴിഞ്ഞാൽ അതൊന്നും ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അത് ട്യൂഷന് അടുത്ത് നിൽക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ടൈപ്പ് പഠിത്തക്കാർ. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് പഠിത്തക്കാർ പരീക്ഷേൻ്റെ തലേന്നും പഠിക്കില്ല. അതായത് ഞാനൊക്കെ 2-3 പരീക്ഷ തോറ്റ് കഴിഞ്ഞാൽ ഒരു ചൂട് വരും. പിന്നെ എങ്ങനെയെങ്കിലും അടുത്ത 2-3 പരീക്ഷ എങ്ങനെയും പാസ്സാവും. അങ്ങനെ പഠിക്കാൻ തോറ്റു, 2-3 പരീക്ഷയൊക്കെ തോറ്റു. അപ്പോൾ അവരെ പഠിപ്പിക്കാൻ വിഷമമാണ്. അത് പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിപ്പിക്കാൻ ആണെങ്കിൽ ഓരോ അമ്മയൊക്കെ അത് അതിൽ എക്സ്പേർട്ടാണെങ്കിൽ അവർക്ക് ഇങ്ങനെ പരീക്ഷൻ്റെ തലേന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ ഒരു പാസ്സാവും, നല്ല മാർക്കും കിട്ടും. അല്ലാണ്ട് അവർ പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിക്കാൻ വിഷമമായിരിക്കും. കാരണം ട്യൂഷന് പോകാണ്ട് പാസ്സാവുകയില്ല. കണക്ക് പോലത്തെ സബ്ജക്റ്റാണെങ്കിൽ എൻജിനീയറിങ്, കമ്പ്യൂട്ടർ അങ്ങനത്തെയൊക്കെ സബ്ജക്റ്റ് ആകുമ്പോൾ ഒരുപാട് കണക്കുണ്ടാകുമല്ലോ. ഒക്കെ ബുദ്ധിമുട്ടാണ് അത്. എന്നാലും പാസ്സാകാൻ പറ്റുമായിരിക്കും. എന്നാലും വലിയ മാർക്ക് ഉണ്ടാകാനൊക്കെ പിന്നെ വിഷമമാണത്. കണക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വേണം. പിന്നെ ഇങ്ങനെ പഠിത്തക്കാരെ